ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് പതുക്കെ പുറത്തിറങ്ങാം. ചില ആൾക്കാർക്ക് സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. കാരണം നമ്മൾക്ക് പറ്റാത്ത ഇടങ്ങൾ നമ്മൾ അവിടെ ബൈ പറഞ്ഞു പോവുക എന്നുള്ളത് നമ്മളോട് തന്നെ നമ്മൾ കാണിക്കുന്ന റെസ്പെക്റ്റ് ആണ്. പക്ഷെ ചില വ്യക്തികൾക്ക് ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എല്ലാം വന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്ക് എങ്ങനെ പതുക്കെ പതുക്കെ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ തന്നെ അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് കുറയ്ക്കുക എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒന്ന് കുറച്ചു കൊണ്ടുവരിക. അത് അവരോട് പോയി പറയുമൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഓക്കെ ആയാലോ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. ഒന്നുമില്ല, അവർ ഓക്കെ ആകാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിലാണ് ഈ ഒരു ഡിസിഷൻ വെക്കേണ്ടത്. ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കാം എന്ന് നിങ്ങളൊന്ന് തീരുമാനം എടുക്കുക. ഡിസ്റ്റൻസ് വെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി അവരിൽ നിന്ന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത് നിങ്ങൾ പ്രതീക്ഷിക്കാനും പാടില്ല. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഓടിച്ചെന്ന് പറയുന്നത് അതൊന്ന് കൺട്രോൾ ചെയ്യുക. പല പ്രാവശ്യം പല കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവർ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അത് നമ്മൾ പിന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതങ്ങ് നിർത്തുക. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ആ എക്സ്പ്ലനേഷൻസ് അത് നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഒരേ കാര്യങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? വീണ്ടും വീണ്ടും ആ റിലേഷൻഷിപ്പ് ഫിക്സ് ആകണം എന്ന് നിങ്ങൾ ചിന്തിക്കാതിരിക്കൂ. അത് നിങ്ങൾ ആ ചിന്ത നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ആകെ മൊത്തത്തില് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ എന്ന്. നോ എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ. നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തികളും നിങ്ങളെ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എപ്പോഴും ആ മനുഷ്യന് അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി അവൈലബിൾ ആയിരിക്കും അല്ലെ. അതൊന്ന് കുറയ്ക്കുക. നീണ്ട ഫോൺ കോൾസ് അതും ഒന്ന് കുറയ്ക്കുക. അവരുടെ മെസ്സേജിന് ഓൺ ദി സ്പോട്ടിൽ കൊടുക്കുന്ന റിപ്ലൈ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഒന്ന് ഡിലേ ചെയ്യുക. റിപ്ലൈ ഒക്കെ ഒന്ന് വൈകി കൊടുത്താൽ മതിയാവും. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് അങ്ങ് ഷെയർ ചെയ്യണമെന്നില്ല. അതിലൊക്കെ ഒരു കൺട്രോൾ നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുക ഇത് റൂഡാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ റൂഡായിട്ട് അയാളോട് ബിഹേവ് ചെയ്യുവാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമല്ലേ. ഒരിക്കലുമല്ല. ഇത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുവാണോ, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതിയാവും. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഒരുപക്ഷെ അയാൾ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത്തരം ഡ്രാമകൾക്ക് നിങ്ങൾ ഒരുപാട് റിയാക്ട് ചെയ്യാതിരിക്കും. ഈ ടോക്സിക് റിലേഷൻഷിപ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഇത്തരം റിയാക്ഷനുകളിൽ കൂടിയാണ് ആ ബന്ധം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ റിയാക്ട് ചെയ്താൽ മാത്രമേ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകാൻ വഴിയുള്ളൂ. അപ്പോൾ അയാൾ എപ്പോഴും അതായിരിക്കും ആഗ്രഹിക്കുന്നത്. ആ ഒരു ഫൈറ്റിലൂടെ ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഒരു ഗിൽറ്റി ഫീൽ നിങ്ങൾക്ക് തോന്നുന്നു. അതെല്ലാം അയാൾ തോന്നിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ഫീലെല്ലാം തോന്നിപ്പിക്കണമല്ലോ. അതിനാണ് ശരിക്കും പറഞ്ഞ ആ ഒരു ഡ്രാമയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു റിയാക്ഷൻസ് കുറച്ചു കൊണ്ടുവരിക. ചിലപ്പോൾ വളരെ പെട്ടെന്ന് അയാൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ആകാൻ തുടങ്ങും. ഓവറായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തോന്നും. അതും നിങ്ങൾ ഒരുപാട് മൈൻഡ് ചെയ്യണ്ട. അപ്പോഴെല്ലാം നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് കുറേ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ കരിയർ, അതിനെല്ലാം നിങ്ങൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിലെല്ലാം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിലേക്ക് നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുഴുകുക. പുതിയ പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്താ പറയണ്ടേ, അതായത് നിങ്ങളുടെ ലോകം ഇങ്ങനെ വലുതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടോക്സിക് റിലേഷൻഷിപ്പ് ചെറുതായി വരുമോ. ഇനി നിങ്ങൾ ഇങ്ങനെല്ലാം മാറുമ്പോൾ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങും. ആ ഒരു റിയാക്ഷനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിലെ ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്
ഐ വിൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പെട്ടെന്ന് തന്നെ അവരങ്ങ് സ്വീറ്റ് ആകാൻ തുടങ്ങും. നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഒരു വിക്ടിം പോലെ അങ്ങ് അഭിനയിക്കുക എന്ന് പറയില്ലേ? ചില ആൾക്കാരിങ്ങനെ അഭിനയ കുലപതികളായി മാറും എന്ന് പറയില്ലേ? അത് തന്നെയാണ്. അവര് നമ്മളെന്തോ അവരോട് ചെയ്യുന്നു. നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ മാറിക്കോളാം. ഞാൻ പറയൂലേ, വാക്ക് തരൂലേ, ഞാൻ മാറാന്ന് വാക്ക് തരൂല്ലേ? എന്തിനാ എന്തിനാ എന്റടുത്ത് ഇങ്ങനെ കാണിക്കുന്നെ? അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നീ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമല്ലേ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇടുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ സ്വീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വിക്ടിമിനെ പോലെ അഭിനയിച്ചൊക്കെ നമ്മളോട് അവരുടെ റിയാക്ഷൻസ് അത്തരത്തിലൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, വാക്കുകളല്ല പ്രധാനം, കൺസിസ്റ്റൻസിയാണ് ഏറ്റവും പ്രധാനം അല്ലേ? സോ നിങ്ങളുടെ ആ ഒരു മൈൻഡ് അത് വളരെ സ്ട്രോങ് ആക്കുക. നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിങ്ങളത് ഉറച്ച ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് വയ്ക്കാൻ നിങ്ങൾ പാകപ്പെടണം. മനസ്സുകൊണ്ട് പാകപ്പെട്ടിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. കാമായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഫൈറ്റിലൂടെ ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ട് അയാളോട് മറുപടി പറയുക എന്നുള്ളതാണ്. ഓവറായിട്ട് എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ട. ഓവറായിട്ട് പറയാതെ എനിക്ക് കുറച്ച് സ്പേസ് വേണം. ഞാൻ എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. എൻ്റെ കുറച്ച് സ്കിൽസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഫോക്കസ് ചെയ്തോട്ടെ എന്ന് മാത്രം അയാളോട് പറഞ്ഞാൽ മതിയാകും. ഓവറായിട്ട് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ആവശ്യമില്ലാതെ ഒരു ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം തന്നെ പലതവണ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരും. അതായത് ഈ ഒരു സ്പേസ് വേണമെന്നും ഞാൻ എൻ്റെ ഹോബീസ് അല്ലെങ്കിൽ എന്നിലേക്ക് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ എന്നൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് പറയേണ്ടി വരും. എന്നാലും നിങ്ങൾ ഒരുപാട് ഫൈറ്റിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തുക. ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാകും. പിന്നെ നിങ്ങളുടെ പെയിൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്ര ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും വിട്ടു പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു വേദന ഉണ്ടാവും. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് അതിൻ്റെ ഒരു റീസൺ. പിന്നെ ട്രോമ ബോണ്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരു പെയിൻ ഉറപ്പായിട്ടും ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരെ അല്ല മിസ് ചെയ്യുന്നത്. നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു വേർഷൻ ഉണ്ടല്ലേ, അതാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. അല്ലാതെ അവരെ അല്ല മിസ് ചെയ്യുന്നത്. നിങ്ങൾ അവരോടൊപ്പം ഉള്ള ഫ്യൂച്ചർ, നിങ്ങൾ കണ്ട ഫ്യൂച്ചർ, ഇതൊക്കെയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വലിയ റിയലൈസേഷൻ ആണ്. നിങ്ങൾക്ക് പലപ്പോഴും അവരുടെ റിയാക്ഷൻ പേടിച്ചിട്ടായിരിക്കും അല്ലേ നിങ്ങൾ ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അവരത് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ള പേടിയായിരിക്കും അല്ലേ? എപ്പോഴും മനസ്സിലാക്കുക, നല്ലൊരു ബന്ധം ഒരിക്കലും ആ പേടിയിലല്ല മുന്നോട്ട് പോകേണ്ടത്. പിന്നെയും നിങ്ങൾക്ക് ചെറിയ ഡൗട്ട്സ് വരും അല്ലേ? ഇതിനി ടോക്സിക് തന്നെയാണോ? അതോ നോർമലി എല്ലാ ബന്ധങ്ങളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവോ? എനിക്ക് തോന്നുന്നതാണോ ഇത് ടോക്സിക് ആണെന്ന് എനിക്ക് എന്റെ തോന്നലാണോ? എന്നൊക്കെയുള്ള എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ പലപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ടൊരു മടി ഉണ്ടാവും. ഇതൊക്കെയും തന്നെ കോമൺ ആയിട്ടുള്ള തോന്നലുകളാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിൽ പോകുന്ന എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. കോമൺ ആയിട്ടുള്ള കുറച്ച് തോട്ട്സ് മാത്രമാണ്. അയാള് എങ്ങനെ റിയാക്ട് ചെയ്യും? അയാള് എന്നെ മോശക്കാരിയായിട്ട് അല്ലെങ്കിൽ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുമോ? എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഉള്ളിലൊരു പേടി അല്ലേ? എപ്പോഴും മനസ്സിലാക്കുക, ഹെൽത്തി റിലേഷൻഷിപ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തി റിലേഷൻഷിപ്സിൽ അങ്ങനെ ഒരു പേടിയോ ഭയമോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു ഒരു ഭയം ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. അവരുടെ റിയാക്ഷൻസ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു റെഡ് ഫ്ലാഗ് ആണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരാളെ പേടിച്ചുകൊണ്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് അതിലെന്ത് ആത്മാർത്ഥത അല്ലെങ്കിൽ അതിലെന്ത് ലവാണ്, അതിലെന്ത് പ്രണയമാണ് ഉള്ളത് അല്ലെ? നിങ്ങൾക്ക് പിന്നെ ഒരു തോന്നല് അവരുടെ ഇമോഷൻസിന് നിങ്ങൾ റെസ്പോൺസിബിൾ ആണോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ വരുമല്ലേ? ഒരിക്കലുമല്ല. നോ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരിക്കലുമല്ല. നിങ്ങൾ റെസ്പോൺസിബിൾ ആകേണ്ടത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെ? ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ പിന്നെയും ആ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതും നോർമൽ ആണ്, അത് കോമൺ ആണ്. കാരണം ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ട്രോമ ബോണ്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് കുറച്ച് കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. എത്ര ടോക്സിക് എന്ന് പറഞ്ഞാലും ചില ഗുഡ് മൊമെന്റ്സ് കാണും അല്ലേ? ചില നല്ല നല്ല മൊമെന്റ്സ് കാണും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്കിങ്ങനെ മെമ്മറി ആയിട്ട് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമല്ലോ. ചില സമയങ്ങളിൽ നമുക്കിങ്ങനെ ഓർത്തോർത്ത് എടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു വേദന തോന്നും അല്ലേ? ഇനി അവരെങ്ങാനും ഓക്കെ ആയി വന്നാലോ, അല്ലെങ്കിൽ ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് മാറിയാലോ എന്നൊക്കെ നമ്മൾ അത്തരം മൊമെന്റ്സിനെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ആലോചിച്ചു കൂട്ടും അല്ലേ?
അത്തരത്തിലുള്ള ചിന്തകൾ ഉള്ളപ്പോഴും നിങ്ങളോട് ചോദിക്കേണ്ടത്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത് ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ടാണോ അതോ റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണോ? അയാളോട് തന്നെ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അയാൾ എനിക്ക് തരുന്ന റെസ്പെക്റ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണോ ഞാൻ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മൊമെന്റ്സിന്റെ ആ ഒരു അറ്റാച്ച്മെന്റിന്റെ ഭാഗമായിട്ടാണോ ഞാൻ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക നിങ്ങളോട് തന്നെ. അറ്റാച്ച്മെന്റ് മാത്രം വെച്ചിട്ടാണ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു അറ്റാച്ച്മെന്റ് മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയായ ഒരു കാര്യമല്ല. അത് ശരിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ആയിരിക്കില്ല. അറ്റാച്ച്മെന്റ് മാത്രമല്ല വേണ്ടത് അല്ലെ, റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട് ആവശ്യമാണ്, അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് മാത്രം വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇനി ഞാൻ പറഞ്ഞല്ലോ ടോക്സിക് ആണോ എന്ന് പലപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട്സ് വരുമല്ലേ? ഇത് ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണോ അതോ ഇനി എന്റെ തോന്നലാണോ എന്നൊക്കെ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ റിലാക്സ്ഡ് ആണോ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ റിലേഷൻഷിപ്പിൽ തുടരുമ്പോൾ ഞാനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ? എന്റെ സെൽഫ് തന്നെയാണോ ഞാൻ ഈ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ കൂടുതൽ ആൻഷ്യസ് ആവുന്നുണ്ടോ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ കോൺസ്റ്റന്റ്ലി പല കാര്യങ്ങളും അയാളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുവാണോ? റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ഇമോഷണലി ഡ്രെയിൻഡ് ആണോ? ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഇതിലൊരു 3 ക്വസ്റ്റ്യൻസ് യെസ് ആണ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. നമുക്ക് വളരെ പതുക്കെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയും. പക്ഷെ നമ്മൾ വിചാരിക്കുക എന്നുള്ളത്, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക. നമ്മൾ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ട്, അത് ഓക്കെ ഫൈൻ. പക്ഷേ അതിലുപരി ഫസ്റ്റ് നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ ഉള്ളൂ. ഏതൊരു സാഹചര്യത്തിലും നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏതൊരു വിഷമഘട്ടത്തിലും അല്ലെങ്കിൽ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു ഘട്ടത്തിലും മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക. നമ്മൾ ആ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഏത് അവസ്ഥയിൽ കൊണ്ടിട്ടാലും കുറച്ച് കരയുമായിരിക്കും, പക്ഷെ എങ്കിലും മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. അതിൽ 3 യെസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, കാം ആൻഡ് ഫൈറ്റ് ആയിട്ടുള്ളൊരു ഫുൾ സ്റ്റോപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫൈറ്റിലേക്ക് പോകാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് ആണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലേ? നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ ഹോബീസൊക്കെ ഒന്നുകൂടി ഒന്ന് പൊടിതട്ടിയെടുക്കുക. അതിലേക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ടിരിക്കണം. ആരും അങ്ങനെ വേദനയിലൂടെ ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെ എന്തിനാണ് മറ്റൊരാൾക്ക് ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുന്നത്? ഇതിന് ഒരു അർത്ഥവുമില്ല. നമ്മൾക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുക, കട്ട് ചെയ്യുക. പറയുകയല്ല, അവരോട് പോയി നേരിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ കട്ട് ചെയ്യുക. നമ്മുടെ അടുത്ത് നമുക്കിവിടെ വേറെ ലോകമുണ്ട്. നമ്മൾക്ക് വിശാലമായൊരു ജീവിതം ഇപ്പുറത്തെ സൈഡിൽ കിടക്കുവാണ്. നമ്മളത് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഒരു ബന്ധത്തിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ ആ ലോകത്തെ നമ്മുടെ ജീവിതത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം കുറച്ചൊന്ന് ചുരുങ്ങും. അതങ്ങനെ അങ്ങ് പോയിക്കോളും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹം. താങ്ക് യു സോ മച്ച്. ബൈ.